അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് അടുത്തൊരു ട്രിപ്പാണ്. നമ്മുടെ തെങ്കാശിക്ക് അടുത്തുള്ള തിരുമല കോവിലിലോട്ടാണ് ഇന്നത്തെ യാത്ര. കുറേ നാളായി അങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്ന് വിചാരിക്കുന്നു, നടക്കണില്ല. അപ്പം ഇന്നത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇത് നമ്മുടെ തെന്മല കഴിഞ്ഞ് നമ്മുടെ റോസ്മല പോണതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡ്രൈവർ. സാധാരണ ഞാൻ തന്നെയാണ് ഡ്രൈവർ. ഇന്നിപ്പോൾ പുതിയ ഡ്രൈവറും പുതിയ വണ്ടിയും. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടണില്ല. അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ളൊരു ട്രിപ്പാണ് ഇത്. നമ്മുടെ വീഡിയോയിൽ സാധാരണ മുഖം കാണിക്കാത്ത ഒരാളെ കാണിക്കാം. അപ്പം ഇതാണ് എൻ്റെ വൈഫ് കാവേരി. വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര നാണക്കേടാണ്. ഇന്നെന്തോ വീഡിയോയിലോട്ട് വരാൻ ഒരു മടിയില്ലാന്ന് തോന്നുന്നു. ഹായ് പറയടി. എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റേ തെന്മല വീഡിയോയിൽ, തെന്മലയല്ല റോസ്മല പോണ വീഡിയോയിൽ എന്തോ എൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ഇതുപോലെ എനിക്കൊന്ന് ഇതിനു മുമ്പ് വേറെ കാണിച്ചിട്ടില്ലായിരിക്കാം അല്ലേ? ഇതിനു മുമ്പ് വേറെ കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് തന്നെ ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഫുള്ള് മഴയാണ്. പിന്നെ പറഞ്ഞ വഴിക്ക് താണ്ടെ കുറച്ച് അപ്പുറത്ത് പാലരിയുടെ അപ്പുറം വെച്ചൊരു മരം വീണിട്ട് ഒരു ലോറിയുടെ പുറത്തൂടെ മരം വീണ് ക്യാബിനൊക്കെ പൊളിഞ്ഞോടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ ബ്ലോക്കിൽ കിടന്നിട്ടാണ് നമ്മളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. മഴയാണ്, നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഡ്രൈവറിൻ്റെ ആദ്യമായിട്ടുള്ള ചുര ഇറക്കമാണ്. പുതിയ വണ്ടി, പുതിയ ഡ്രൈവറിൻ്റെ ആദ്യത്തെ ചുരം ആര്യങ്കാവ് ചുരമാണ് ഫസ്റ്റായിട്ട് ഇറങ്ങുന്നത്. നോക്കാം. പൊളി ഡ്രൈവറാണ്. ഡ്രൈവർ സുഖു. ഡ്രൈവറിനെ വണ്ടി നിർത്തിയിട്ട് പരിചയപ്പെടാം. വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഓടിക്കട്ടെ. ആര്യങ്കാവ് ചുരം ഇറങ്ങിക്കഴിഞ്ഞു. ചുരം തീർന്നു. ലോറി വരുന്നതിന്റെ തിരക്കാണ് ഇവിടെ. തമിഴ്നാട് എപ്പോഴും കാണാൻ വളരെ രസമുള്ളൊരു സ്ഥലമാണല്ലേ. നമ്മുടെ അവിടെയും പാലക്കാടും അല്ലെങ്കിൽ ഇതുപോലെ ഈ കാട്ടിൻ്റെ അകത്തൂടെയുള്ള റൂട്ടിൽ വരണം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണണം. അവിടെ കുറവാണ്. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലത്തെ സ്ഥലമുണ്ട് കാണാൻ. നല്ല മലയും കൃഷിയും ഒക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങൾ. നീളത്തിന് റോഡ് കിടക്കണല്ലേ, ഒഴിഞ്ഞ് രണ്ട് സൈഡും മരങ്ങളും. എന്താടേ നിങ്ങളൊന്നും മിണ്ടൂലേ? അല്ല നിങ്ങളാരും മിണ്ടല്ലേ, ഞാൻ മാത്രല്ലേ പറഞ്ഞത്. ഇതില്ല ഇതുപോലെയൊക്കെ പറഞ്ഞാൽ മതി. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയല്ലോ പറയണത്. അതൊക്കെ ശരിയാവും. എവിടത്തെ രാജസിംഗപ്പേരി വീഡിയോയിലുള്ള പോലെ. അയ്യോ അതെന്തൊരു സാധനം.
കമന്റ്സ് വല്ലതും വന്നായിരുന്നു? ഇല്ല ഇല്ല ഇല്ലല്ലേ. ഞാൻ ആ പാടെ കാണുന്നത് 4-5 പേര് അല്ല ആർക്കും. നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ തിരുമലൈ കോവിൽ, മുരുകൻ കോവിൽ. അതുകൊണ്ട് ആ മലമുകളിലാണ് ഇപ്പൊ തെങ്ങും പറയുന്നത്, കാണാൻ പറ്റുന്നില്ല. ഇവിടെ അത് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. വണ്ടി അങ്ങനെ പോകുന്ന അറിഞ്ഞുകൂടാ. അന്നൊരു വീഡിയോയിൽ കണ്ടത് വണ്ടി അങ്ങ് പോകുന്നതാണ്. നമുക്ക് നോക്കാം ഏതൊരു പോകുന്നത്. പടി വഴി കയറി പോവുകയാണെങ്കിൽ പടി 1000 പടി എന്തുകൊണ്ടെന്നാണ് അന്നൊരു ഇതിൽ കണ്ടതല്ലേ, എനിക്ക് അറിഞ്ഞില്ല. നമുക്ക് തന്നെ അവിടെ ഒരു വഴി കാണുന്നുണ്ട്, അവിടെ കാറ് പോകുന്നു തോന്നുന്നു. പോയി നോക്കാം. മഞ്ഞ് മഴ തീർന്നപ്പോൾ മഞ്ഞ് വന്നിട്ടുണ്ട്. എന്തായാലും വെയിലില്ലാത്തോണ്ട് കൊള്ളാം. വെയിലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടുപോയാലും. നല്ല ബ്യൂട്ടിഫുൾ. പാർക്കിംഗ് എത്തിയിട്ടുണ്ട്. വണ്ടി ഇട്ടിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തിരുമല കോവിലിൽ നിന്നുള്ള വ്യൂ ആണ്. അത് പിന്നെ അതിലെ പാടങ്ങളും കുറച്ച് അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും കാറ്റാടി പാടങ്ങളും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ബൈ.